ഇന്നമ ദുനിയാലി അർബഅത്തി നഫരിൻ, ദുനിയാവ് 4 വിഭാഗം ആളുകൾക്കാണ്. അതിൽ ആദ്യത്തെ 2 വിഭാഗം മാത്രം ഉണർത്താം. ഒന്ന്, അല്ലാഹു തആല സ്വത്തും അതോടൊപ്പം നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള അറിവും കൊടുത്ത ഒരു വ്യക്തി. അയാള് ആ അറിവ് വെച്ചുകൊണ്ട് സ്വത്തിനെ നല്ല രൂപത്തിൽ ഉപയോഗിച്ച് ചിലവഴിച്ച് അള്ളാഹുവിന്റെ തൃപ്തി നേടി അള്ളാഹുവിൽ നിന്നുള്ള കൂലിക്ക് അർഹനായി. രണ്ടാമത്തെ ആള്, അവന് അല്ലാഹു തആല അറിവ് മാത്രം കൊടുത്തു, സ്വത്ത് കൊടുത്തിട്ടില്ല. പക്ഷെ ഈ ഉള്ള അറിവ് തിരിച്ചറിവ് വെച്ചുകൊണ്ട് അവൻ ചിന്തിക്കും, എന്ത്, ലൗ അന്നലി മാലൻ ലഅമിൽതു ബിഅമലി ഫുലാനിൻ, എനിക്ക് സ്വത്ത് കിട്ടിയാൽ മറ്റേ ആള് ചെയ്തിരുന്നത് പോലെ ഞാനും നന്മകൾ ചെയ്യുമായിരുന്നു എന്ന് ചിന്തിക്കും. ഹദീസ് പറയാണ്, ഫഹുവ സാദിഖുൻ നിയ്യ, അവന്റെ നിയ്യത്ത് നല്ലതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, ഫഅജ്റുഹുമാ സവാഉൻ, ഈ 2 വിഭാഗത്തിനും ഒരേ കൂലിയാണ്. സ്വത്ത് ചെലവഴിച്ച ആൾക്കും അത് കരുതിയ ആൾക്കും. അപ്പോൾ നിയ്യത്ത് കൊണ്ട് ചെലവഴിച്ച ആളുടെ അതേ കൂലി നേടാനുള്ള അവസരം അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ആമീൻ.